എങ്ങനെ പണം ഉണ്ടാക്കാം? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ് എങ്ങനെ പണം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആ മണിയെ പറ്റി ചിന്തിക്കുമ്പോഴേ മണി വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തും. നമ്മളത് ചിന്തിക്കാതെ മറ്റൊരാളുടെ മണി വൈബ്രേഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എവിടെ സംഭവിക്കും? അത് അയാളിലേക്കാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലത്തെ ബ്ലോക്സിനെ നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ് നമ്മുടെ ലിമിറ്റേഷൻസ്? പ്രകൃതിയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് പ്രകൃതി? പ്രകൃതിയിൽ എവറി 15 days ഇറ്റ് വിൽ ബി ചേഞ്ച്. എന്താണത്? പൗർണമി നിങ്ങൾ കടലിൻ്റെ സൈഡിൽ പോയി നോക്കിയാൽ കാണാം വൈബ്രേഷൻസ്. അമാവാസി വൈബ്രേഷൻസ് വേറെയാണ്. ഈ മൂലാധാര ചക്രം ക്രാക്സും ഹോൾസും പെട്ടതായിരിക്കും. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഹോൾസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അയാളുടെ ബിസിനസ് ഫെയിലറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഈ ബോക്സിൽ അല്ലെങ്കിൽ ഇതിൽ ക്രാക്സും ഹോൾസ് ഉണ്ടെങ്കിൽ എന്താവും? ചോരും. സായിബാബ ഹൈ ട്രാൻസിലിരിക്കുന്ന രൂപത്തെ നമ്മൾ ധ്യാനിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു. ഇത് റിസൾട്ട് തരുന്ന ലൈറ്റ് ആണോ? ഇത് വൈറ്റ് ആണോ? വൈറ്റ് ലൈറ്റ് ആണോ? ബ്ലാക്ക് ലൈറ്റ് ആണോ? നെഗറ്റീവ് എനർജി ആണോ? പോസിറ്റീവ് എനർജി ആണോ? ഒന്നും അറിയില്ല. വെറുതെ ഹീൽ ചെയ്യുക, വെറുതെ ചെയ്യുക. ചില സമയത്ത് അവരുടെ സമയം, ലക്ക് എല്ലാം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ നിങ്ങളുടെ ആവശ്യം പണമാണോ? അതിൻ്റെ എനർജി, ആ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരികയാണ്. പ്രോസ്പെറിറ്റി എനർജികൾ, അബണ്ടൻസിൻ്റെ ഊർജ്ജങ്ങൾ, ഇതെല്ലാം പ്രകൃതിയിലുണ്ട്. ആ എനർജിയെ നമ്മൾ എടുക്കാൻ പഠിക്കണം, കൊടുക്കാൻ പഠിക്കണം. നമസ്കാരം. അമേസിംഗ് ഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഷാജി ഭാസ്കർ സാർ തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എങ്ങനെ പണം ഉണ്ടാക്കാം? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ് എങ്ങനെ പണം ഉണ്ടാക്കാം. നമ്മളും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ വഴികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. പുതുതായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാറേ നമസ്കാരം. നമസ്കാരം. സൈറാം. കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങ് പറഞ്ഞ് നിർത്തിയത് എങ്ങനെ മണി, ഞാൻ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അത് സ്പിരിച്വൽ ലെവലിൽ ആ എനർജി വെച്ചിട്ട്, എനർജി മണി അല്ലേ മണി വൈബ്രേഷൻ, അതാണ്. ആ വൈബ്രേഷൻ എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും? അതായത് നമ്മളൊരു മണി മാഗ്നറ്റായി മാറണം. ആകർഷണം. നമ്മൾ പറയും ഹിന്ദു ട്രഡീഷണൽ ശിവശക്തി എന്ന് പറയുന്ന പോലെ അതൊരു കോമ്പിനേഷനാണ്. ശിവ ശക്തി. ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല. ശിവൻ നിർജീവമാണ്. പക്ഷെ അവിടെ ശക്തി വരുമ്പോഴേ അത് കോമ്പിനേഷൻ സക്സസ് ആവുള്ളൂ. അപ്പോൾ അതായത് യൂണിവേഴ്സിൽ ഒരുപാട് ലൈഫ് ഫോഴ്സ് ഉണ്ട്, ഊർജ്ജശക്തികൾ. അപ്പോൾ ഈ ഊർജ്ജശക്തികളിൽ മണിയും ഒരു ഊർജ്ജശക്തി തന്നെയാണ്. അപ്പം നമ്മൾ ആ മണിയെ പറ്റി ചിന്തിക്കുമ്പോഴേ മണി വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തുള്ളൂ. അതെ, നമ്മളത് ചിന്തിക്കാതെ മറ്റൊരാളുടെ മണി വൈബ്രേഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എവിടെ സംഭവിക്കും? അത് അയാളിലേക്കാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലത്തെ ബ്ലോക്സിനെ നമ്മൾ തിരിച്ചറിയാം. എവിടെയാണ് നമ്മുടെ ലിമിറ്റേഷൻസ്? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല. പലരും മുമ്പ് നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കൂ എന്ന് ചില ആചാര്യന്മാർ പറഞ്ഞില്ല. അതൊക്കെ ആചാര്യന്മാർ പറഞ്ഞത് എന്തിനാ വെച്ചാൽ അവർ പരിധിൻ്റെ അപ്പുറം പോകാതിരിക്കുക. ഡേഞ്ചറസ്. ഇപ്പോൾ കടൽ കണ്ടു, കടലിൽ നോക്കിയാൽ മതി, ആസ്വദിച്ചാൽ മതി. പക്ഷെ കടലിൽ ചാടി അല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ച് വരുന്ന ആളുകൾക്കില്ലേ? അതെ, ഉണ്ട്. അപ്പോൾ സാധാരണക്കാരന് അത് ഭേദിക്കാൻ കഴിവ് വേണം. അതായത് ഇതെന്തുകൊണ്ട് ഗുരു പറഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിയാം. പഴയ ഗുരു പറഞ്ഞതും പുതിയ ഗുരു പറഞ്ഞതും ഒക്കെ ടെക്നിക്ക് തന്നെയാണ്. ഞാൻ ഒരു ഗുരുവിനെയും കുറ്റപ്പെടുത്തില്ല. കാരണം വെച്ചാൽ അവൻ പോയി വെള്ളത്തിൽ വീണ് നീന്തലറിയാത്ത വെള്ളത്തിൽ പോയിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് അതാ പറഞ്ഞു പഠിക്കണം. ഇപ്പൊ കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നീന്താൻ പഠിക്കണം, വെള്ളത്തിൽ നിൽക്കാൻ പഠിക്കണം, വെള്ളത്തിനെ കൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കണം. വെള്ളത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയി മീൻ എടുത്തുകൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. അത് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കപ്പല് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ലിമിറ്റേഷൻസ്, ഇപ്പൊ നമുക്ക് കപ്പലൊന്നും മേടിക്കാൻ പറ്റില്ല, ഒരു വഞ്ചി മേടിക്കാൻ പറ്റും സാധാരണക്കാർ. പക്ഷെ ആ വഞ്ചിയിലും അയാൾക്ക് പോയിട്ട് അയാൾക്ക് രക്ഷപ്പെട്ട പല ആളുകളുണ്ട്. അത് അയാളുടെ ചിന്തയാണ്. ഞാനിനി ആ കപ്പൽ മേടിക്കും, അല്ലെങ്കിൽ ഞാനിനി ഹയർ ലെവലിലേക്ക് പോകും. അതേപോലെയാണ് മണിയും. അപ്പം നമ്മൾ ലിമിറ്റഡ് ആക്കരുത്. എൻ്റെ ഒരു ദിവസത്തെ കൂലി 800, 1000. അവൻ ആ 1000-ലാണ് നിൽക്കുന്നത്. അവൻ അത് കഴിഞ്ഞ് അവനൊരു ചിന്തയില്ല. എന്താ പറയുക? അവന് 2000 കിട്ടിയ എന്ത് ചെയ്യുന്ന അറിയാൻ 2 ദിവസം ലീവ് എടുക്കും. ഇന്നിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ശരിക്കും അവനെ രക്ഷിക്കട്ടെ എന്നിട്ട് ദൈവം ഒരു 2000 കൊടുത്താ അല്ലെങ്കിൽ ഒരു 10,000 കൊടുത്താ എന്താവും? ആള് കഴിക്കുന്നത് ഒരാഴ്ചക്കുള്ള പൈസ കിട്ടി, ഇനി എന്താണ് അടിക്കണം, സുഖമായി കിടന്നുറങ്ങുക. അവന് 1000 കിട്ടിയാലും അവൻ്റെ ടാർഗറ്റ് അത് തന്നെയാണ്. എന്താണ്? വൈകിട്ട് വന്ന് വെള്ളമടിക്കുക, കിടന്നുറങ്ങുക. വീട്ടിൽ ചിലപ്പോൾ അത്യാവശ്യം കൊടുത്താലേ കൊടുത്തില്ല. പക്ഷേ ഒരു ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇതൊന്നുമല്ല ചിന്തിക്കുന്നവൻ എന്താണ്? ഈ 10,000 കിട്ടിയാൽ ഈ 9,000 അവൻ മാറ്റിവെച്ചു. 1000 പിന്നെ അവൻ്റെ മനസ്സിൽ അതില്ല. കാരണം നാളെ പിന്നെ അവൻ പോവുകയാണ്, മാറ്റിവെച്ചു. അല്ലെങ്കിൽ അതിനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അതേപോലെയാണ് നമ്മുടെ ഫ്രീക്വൻസി. അപ്പം നമ്മൾ ആദ്യം ഹെൽത്ത് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഹെൽത്തിന് എന്ത് ചെയ്യണം? നമ്മളെ ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ എക്സസൈസ് ചെയ്യുക. പിന്നെ മനസ്സിന് സമാധാനം, അതിനാണ് മെഡിറ്റേഷൻസ്. നമ്മളൊരു റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ? പുതിയ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത
ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ റിലാക്സ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രിയേഷൻ നടക്കും, ക്രിയേഷൻ നടക്കും, ചിന്തകൾക്ക് ഒരു തെളിമ വരും. വെള്ളം, അതായത് ശുദ്ധമായ വെള്ളം, അതിന്റെ അടുത്തിട്ട് കലക്ക വെള്ളമല്ല, നമുക്ക് കാണാം. തെളിഞ്ഞ കലക്ക വെള്ളം എന്താണ്? നമ്മൾ ഡിസ്റ്റർബ് തോട്ട്സ് ആണ് അത്. മനസ്സിലായി. അപ്പോൾ പ്രകൃതിയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് പ്രകൃതി? പ്രകൃതിയിൽ എവറി 15 days ഇറ്റ് വിൽ ബി ചേഞ്ച്. എന്താണത്? പൗർണമി, നിങ്ങൾ കടലിന്റെ സൈഡിൽ പോയി നോക്കിയാൽ കാണാം വൈബ്രേഷൻസ്. അമാവാസി വൈബ്രേഷൻസ് വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ജീവിക്കുന്നവർക്കാർക്ക് അറിയാം കടലിലെ വെള്ളത്തിന്റെ വൈബ്രേഷൻസ്, വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറയും. അതേപോലെ നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾ വീക്കാണെങ്കിൽ ഈ അമാവാസി അല്ലെങ്കിൽ ബ്ലാക്ക് മൂൺ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വൈബ്രേഷൻ ഭയങ്കര, ചിലവർ ചൂടാവും, ദേഷ്യപ്പെടും, ഡിപ്രഷനിലേക്ക് പോകും. നമ്മളപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അമാവാസിയാണോ പൗർണമിയാണോ. അതേപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും മറിഞ്ഞിരിക്കും. അപ്പം നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പണത്തെ പറ്റി ചിന്തിക്കുക, അത് വരാനുള്ള വഴികളിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്ഥിരമായി ഒന്നിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഐഡിയ വരാൻ തുടങ്ങും. അതായത് നമ്മൾ മണി അട്രാക്ഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് മണി മാഗ്നറ്റായിട്ട് മാറാൻ തുടങ്ങും, നമ്മളിലേക്ക് വരാൻ തുടങ്ങും. വരാൻ വഴികൾ പലതാണ്, അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. നമ്മൾ മണിയുടെ പിറകെ പോകുന്നതാണോ നല്ലത്, മണി നമ്മളിലേക്ക് വരുന്നതാണോ നല്ലത്? മണിയെ പറ്റി ചിന്തിക്കും, മണി നമ്മളിലേക്ക് എത്താൻ തുടങ്ങും. അല്ല, നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അല്ല, നമുക്ക് പോവാൻ ലക്ഷ്യം മണിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മൾ പണത്തിന്റെ പിന്നാലെയല്ല. അത് കിട്ടാനും ഉണ്ടാക്കാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത് പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് എൻ്റെ വോയിസ് കൊണ്ട്, എൻ്റെ ടീച്ചിങ്, ട്രെയിനിങ്, ഞാൻ മെൻറ്ററാണ്, പല പല രീതിയിൽ ട്രെയിനിങ് സെഷനിലേക്കാണ് എനിക്ക് സക്സസ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഓക്കെ, പക്ഷെ എൻ്റെ മനസ്സിൽ ബിസിനസ്സിൻ്റെ ഐഡിയാസ് ഉണ്ട്. ഞാൻ അത് സ്പിരിച്വൽ ബിസിനസ് ഐഡിയയിലേക്ക് മാറ്റി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരാളെ ട്രെയിനിങ് ചെയ്യുന്നതോടൊപ്പം അയാളുടെ ബ്ലോക്സ് എങ്ങനെ മാറ്റാം, അയാൾ എങ്ങനെ ഹീൽ ചെയ്യാം, അയാളുടെ മൈൻഡ് എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും സ്ട്രെസ്സാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? അയാളുടെ സ്ട്രെസ് റിലീഫ് ചെയ്തു, അയാളുടെ മനസ്സ് ശാന്തമാക്കി, അയാൾക്കുള്ള കോൺഫിഡൻസ് ലെവല് കറക്റ്റ് സെറ്റ് ചെയ്തു. അയാളുടെ എന്താണ് ജോലി, അത് ബിസിനസ്സാണോ, ഏത് തരമാണെങ്കിൽ അയാൾക്ക് അതിലൂടെയാണ് സക്സസ് ആവാൻ പറ്റുള്ളൂ. അയാൾ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ അയാളെ ഇതാക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള വഴികൾ, അതിൻ്റെ ബ്ലോക്സ് എടുത്തു മാറ്റുക, ആ വൈബ്രേഷൻ കറക്റ്റ് സെറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക് അയാൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അയാൾ ഇഷ്ടമില്ലാത്ത ഫീൽഡാണ്, അയാളുടെ മനസ്സിൽ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ധാരണയുള്ള ആളാണെങ്കിൽ ഞാൻ പറയും നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. വൈ എന്ന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ തന്നെ ശക്തമായ ഒരു എനർജി ഉണ്ട്. എന്ത് പറ്റില്ല, എനിക്ക് 1 ലക്ഷത്തിനപ്പുറം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 1 ലക്ഷത്തിനപ്പുറം ലാഭം കിട്ടില്ല. അയാൾ എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ലിമിറ്റഡ് ബിലീഫാണ് അവിടെ ഉള്ളത്. ആ ബിലീഫ് ബ്രേക്ക് ചെയ്യണം. ആ വിശ്വാസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യഥേഷ്ടം പണം എനിക്ക് ഉണ്ടാക്കണം എന്ന ചിന്ത അയാളുടെ ഉള്ളിൽ വരണം. തീർച്ചയായിട്ടും അതിന് ലക്ഷ്യവും വേണം. അത് വെച്ചിട്ട് വെറുതെ പണം ഉണ്ടാക്കല്ല. ആ പണം ഉപയോഗിച്ച് വീടുണ്ടാക്കണം, വാഹനം ഉണ്ടാക്കണം, നല്ല ബന്ധങ്ങൾ, പലത് മണി കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല കാര്യം ചെയ്യാം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പം മണി ഇപ്പം വന്നു, ഇപ്പം മണി നമുക്ക് നിലനിർത്താൻ പറ്റില്ല. ചിലർക്ക് പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ കാശ് വന്നു, പക്ഷേ അവർക്ക് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ലിമിറ്റഡ് ബിലീഫാണ്. അതായത് അയാളുടെ വിശ്വാസത്തിൽ എനിക്ക് പണം വന്നാൽ പോവും, എൻ്റെ പണം എൻ്റെ കൂടെ നിൽക്കില്ല എന്ന ചിന്ത അയാളുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ പൊട്ടിപ്പോയി, ആൾ പക്ഷേ ഇപ്പോഴും ആ ബിസിനസ് തുടരുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവർ ആ പാടെ പൊട്ടി നിൽക്കുന്നുണ്ട്, പക്ഷേ അവരിൽ കാശ് വന്ന് റോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവരിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് അല്ല, അതിനാണ് നമ്മൾ ഫിസിക്കൽ, നമ്മളിപ്പോൾ എല്ലാം പറയുന്നത് എനർജി ബേസ്ഡ് ആണ്, വൈബ്രേഷൻ ബേസ്ഡ് ആണ്. ഒരാളെ നോക്കിയാൽ തന്നെ നമ്മൾ ഈ സ്പിരിച്വൽ ക്ലെയർവോയിൻ എന്ന് പറയും, അതീന്ദ്രിയമായ കഴിവുള്ളവർ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? അയാളുടെ ബ്രാൻഡ് ഷട്ടല്ല, അയാളുടെ ശരീരത്തിന് പുറത്തുള്ള എന്താണ് ഓറിക് ഫീൽഡ്, ചക്രങ്ങൾ. അങ്ങനെയാണ് ഈ താങ്കൾ പറഞ്ഞ ഇത് അയാളുടെ ചക്രങ്ങൾ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചക്രത്തിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അയാളുടെ അത് ബേസിക് ചക്രയാണ്, മൂലാധാര ചക്രം എന്ന് പറയും. ഈ മൂലാധാര ചക്രം ക്രാക്സും ഹോൾസും പെട്ടതായിരിക്കും. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൽ ഹോൾസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? താങ്കൾ പറഞ്ഞത്, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞു, അയാളുടെ ബിസിനസ് ഫെയിലറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ, ഈ ബോക്സിൽ അല്ലെങ്കിൽ ഇതിൽ ക്രാക്സും ഹോൾസ് ഉണ്ടെങ്കിൽ എന്താവും? ചോരും, ഓട്ടോമാറ്റിക് ചോരും. പക്ഷെ അത് നമ്മൾ ആ ചോർച്ച അടച്ചു കൊടുത്താൽ അവിടെയാണ് ഒരു സ്പിരിച്വൽ ഗുരു ഹെൽപ്പ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അതാണ് ഗുരു. ഗുരു മീൻസ് ലൈറ്റ് ആണ്, പ്രകാശമാണ്. അയാളുടെ ഉള്ളിലത്തെ ഇരുട്ടിനെ മാറ്റി കൊടുത്ത് അയാളുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഗുരു. അതേപോലെ ഈ ഗുരുവിൻ്റെ ഗുരു ഉണ്ട്, അതാണ് സദ്ഗുരു. എൻ്റെ സദ്ഗുരു ഷിർദി സായിബാബയാണ്. എനിക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ടെക്നിക്ക് നമ്മൾ എല്ലാവരും സായിറാം എന്ന് പറഞ്ഞാൽ അവിടെ എനർജി വരില്ല. ആ സായിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. സായിയായിട്ട് ഫുൾ ടൈം നമ്മൾ, എനിക്ക് 26 വർഷമായി ഞാൻ സായിയായിട്ട് കണക്ട് ആയി. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനിതൊക്കെ തന്നെ ചെയ്തിരുന്നത്. എന്താണ്? ഭജന, പിന്നെ എന്താ പറയുക, സത്സംഗം, പിന്നെ അന്നദാനം. ഇതൊക്കെ കഴിഞ്ഞു 10 വർഷം പോയിട്ടും എനിക്ക് ഒരു ഉയർച്ചയും സത്യത്തിൽ ഉണ്ടായില്ല. കാരണം ഞാൻ ആ സദ്ഗുരുവായിട്ട് യാതൊരു കണക്ഷനില്ല.
എല്ലാവരും ആളുകൾ വിളിക്കും, ഡെയിലി ഓരോരോ വീട്ടിൽ പ്രോഗ്രാം ഉണ്ടാവും, പോയി നല്ല ഭക്ഷണം കഴിക്കും, ഭജന പാടും, വളരെ പീസ്ഫുള്ളാണ്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. കാരണം എൻ്റെ ഉള്ളിൽ സായിബാബ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ്, ഞാൻ 2 സായിബാബയെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ശ്രുതി സായിബാബ ഒരു ഫക്കീറാണെന്നുള്ള കൺസെപ്റ്റാണ്, അദ്ദേഹം പിച്ചക്കാരനാണ്. അപ്പം എൻ്റെ മനസ്സിലെന്താണ്, ഞാനും പിച്ചക്കാരനാണ് എന്നുള്ളത് അറിയാതെ എൻ്റെ ഉള്ളിൽ സംഭവിച്ചതാണ്. പക്ഷെ പിന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ പല ഭാവങ്ങളുണ്ട്, ഹയർ ലെവലിലുള്ള ഭാവങ്ങളുണ്ട് സായിബാബയുടെ, രാജകീയമായിരിക്കുന്ന രാജാവിനെ പോലെ ഇരിക്കുന്ന ഭാവം. അപ്പം നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. തീർച്ചയായും. അപ്പോൾ ചിലർ പറയും ഞാൻ സായിബാബനെ നോക്കി ഒരു രക്ഷയില്ല. സംഭവം എന്താണ്, നോക്കിയത് എന്താണ്, സായിബാബയുടെ ഏറ്റവും സായിബാബ ഹൈ ട്രാൻസിലിരിക്കുന്ന രൂപത്തെ നമ്മൾ ധ്യാനിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അതാണ് സംഭവിക്കുന്നത്. സായിബാബ ആ ഒരു മെഡിറ്റേഷനിൽ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുകയാണ്, ഹൈ ലെവലിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ആ ലെവലിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ, സായി ഇരിക്കുന്ന ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുക. ഹൈ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വേണോ, നിങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് മകളുടെ കല്യാണം കഴിയണം, ജോലി കിട്ടണം, ഇതൊന്നും കിട്ടില്ല. നമ്മൾ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ലക്ഷ്മിയോടാണ് നമ്മൾ ചോദിക്കേണ്ടി, ശിവനോട് പോയി ചോദിച്ചാൽ എന്ത് കിട്ടും? നമ്മുടെ കൺസെപ്റ്റ് ശിവനോട് ചോദിച്ചാൽ എല്ലാം കിട്ടും. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, ശിവൻ പുലിത്തൂലൊക്കെ ധരിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്, അദ്ദേഹം ആ ഒരു തലത്തിലുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് എന്നുള്ള ചിന്തയാണ്. അത് ബ്രേക്ക് ചെയ്യണം. അതാണ് ആദിഗുരു അല്ലെങ്കിൽ മഹാദേവൻ ഇല്ല, ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കെല്ലാം ലഭിക്കും. അങ്ങ് നേരത്തെ പറഞ്ഞു ഈ നമ്മളെ ഈ ശരീരത്ത് ആ മൂലാധാര ചക്രത്തിൽ ഹോൾസ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നിൽക്കില്ല, ഹോൾസ് അടയ്ക്കാൻ പറ്റുന്നു. ഉദാഹരണത്തിന് എന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങക്ക് എന്തൊക്കെ എൻ്റെ ചക്രാസ്? അല്ല, നമ്മൾ 7 ചക്രങ്ങളെയാണ് പ്രധാനപ്പെട്ട് പറയുന്നത്. ഒന്ന് സിമ്പിളായിട്ട് പറയാം. സഹസ്രാരം, ആജ്ഞാചക്ര, വിശുദ്ധി, അനാഹതം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം. 1008 ചക്രങ്ങളുണ്ട്. പക്ഷേ 7 ചക്രങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവീകമായ ബ്ലെസ്സിങ്സ് ഉണ്ട്. നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും, കൈ കൊണ്ട് വിരൽ കൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ദൈവീകമായ അനുഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട്. അതെ, നമ്മൾ 1 കോടിയാണ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 കോടിയുടെ പ്രൊജക്റ്റും ഐഡിയാസും നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ യഥാർത്ഥം പറയാം, മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവണം. പക്ഷെ ഇപ്പോൾ അട്രാക്റ്റ് ആവുന്നത് എന്താണ്, നമ്മൾ ടെൻഷനിലാണ്. വൈഫുണ്ട്, കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പല ടി-വികളിൽ, പല ചാനലുകളിൽ വലിയ ലെവലിൽ, ഹയർ ലെവലിൽ ഇരുന്ന ആളാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ റിസ്ക്കും കൂടി ഫാക്ടേഴ്സാണ്. മറ്റേത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാലറി കിട്ടും, ടെൻഷനില്ല. ഇതിപ്പോൾ നിങ്ങൾ തന്നെയാണ് മാനേജർ, നിങ്ങൾ തന്നെയാണ് ഓൾ ഇൻ ആൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ മൈൻഡിൽ അതുമായിട്ട് ഡിസ്റ്റർബ്ഡും, അതായത് ഡെയിലി കണ്ടന്റ് വേണം, എഡിറ്റ്, സാലറി, അല്ല അത് ഉണ്ടാക്കിയെടുക്കണം, യാത്രകൾ, പിന്നെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ അവർ പോകും. പിന്നെ നല്ല നല്ല ടീമുകൾ നമ്മുടെ കൂടെയുണ്ട്, അതെ, പ്രൊജക്റ്റുകൾ ഒരുപാടുണ്ട്. കാരണം ഇത്രയും ടാലൻ്റായ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗുരുവിനെ കറക്റ്റ് ഒരു ഗുരുവിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഗുരു നിങ്ങളെ തിരിച്ചറിയുന്ന ഗുരുവായിരിക്കണം. അതിനാണ് നമുക്ക് സദ്ഗുരു എന്നുള്ള കൺസെപ്റ്റ്. എനിക്ക് ആദ്യം ഗുരു ഉണ്ടായിരുന്നില്ല, എനിക്ക് സദ്ഗുരുവാണ് ഉണ്ടായിരുന്നു. ശ്രുതി ബാബയാണ് ഉണ്ടായിരുന്നത്. ബാബയിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസറാണ് ഞാൻ. അപ്പോൾ ഞാൻ ബാബൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, എന്നിൽ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൂടുതൽ പഠിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതെനിക്ക് ഒരുപാട് ആളുകളെ ഞാൻ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ട് ക്യാൻസർ മാറുമോ എന്നൊക്കെ ചോദിച്ച് പല ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന സയൻറ്റിഫിക് എവിഡൻസ് വേണം, പ്രൂഫ് വേണം. ഇപ്പം നമ്മൾ ഹീലിങ്ങിനൊക്കെ നമുക്ക് അങ്ങനെ പ്രൂഫ് കൊടുക്കാൻ പറ്റുമോ? അല്ല, പ്രൂഫ് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ റിസൾട്ടാണ് പ്രൂഫ്. ഒരു 4th സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ രോഗി വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എല്ലാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ മേലെ ഒരാളുണ്ട്, ഗുരുവുണ്ട്, ശരിയല്ലേ? അപ്പോൾ അവിടെ നമ്മൾ അത് നോക്കി ആ ഗുരുവിന്റെ ബ്ലെസ്സിങ്സിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഗുരുവിനോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഗുരു ഓക്കെ പറയുന്ന നിമിഷം അതെനിക്ക് 100% ചെയ്തു തരാൻ പറ്റും. അത് 4th സ്റ്റേജല്ല, ഏത് സ്റ്റേജ് ആയാലും. ഒരുപാട് റിസൾട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഫെയിലർ ആയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ഹീലറല്ല. അതായത് ഗുരു പറയുന്നത് മാത്രമേ എടുക്കുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞു ചെയ്തു തരണം, എനിക്കത് പറ്റുമെന്ന് ഞാൻ ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരു ഓക്കെ പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. എനർജി എടുത്തിട്ട് നമ്മളത് കൊടുക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഗുരു എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ശകലം മാറിപ്പോകുന്നെങ്കിലും ഞാൻ ചോദിക്കുന്നത് യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട്. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് മൊഡാലിറ്റികൾ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരുടെയും കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ്, ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ഇതെന്താണ് വൈറ്റ് ലൈറ്റ് എന്ന് ആർക്കും അറിയില്ല, ഗോൾഡൻ ലൈറ്റ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഏഷ്യനെറ്റ് ചാനൽ അല്ലെങ്കിൽ സൂര്യ ചാനലുകൾ, ഒരുപാട് ചാനലുകളുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ റിമോട്ടിൽ നമുക്ക് ഇതൊന്നും അറിയില്ല. നമ്മളെന്താണ്
ഒരു ചാനൽ സെലക്ട് ചെയ്യുന്നു. അതേപോലെ ഇത് ഏത് വരുന്നു എന്ത് വരുന്നു എന്നും നമുക്കറിയില്ല. ഇത് റിസൾട്ട് തരുന്ന ലൈറ്റ് ആണോ, ഇത് വൈറ്റ് ലൈറ്റ് ആണോ, ബ്ലാക്ക് ലൈറ്റ് ആണോ, നെഗറ്റീവ് എനർജി ആണോ, പോസിറ്റീവ് എനർജി ആണോ, ഒന്നും അറിയില്ല. വെറുതെ ഹീൽ ചെയ്യുക, വെറുതെ ചെയ്യുക. ചില സമയത്ത് അവരുടെ സമയം, ലക്ക് എല്ലാം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. കുറച്ച് കാലം കഴിഞ്ഞ് അവർ പറയും ഞങ്ങൾക്ക് തുടക്കത്തിൽ നല്ല റിസൾട്ടാണ്, ഇപ്പൊ റിസൾട്ട് ഇല്ല. ഞാനൊരു സ്പെഷ്യലൈസ് ചെയ്തു. ഞാൻ പഠിച്ചത് ഇത് ജാവാനീസ് മാഗ്നറ്റിസം അല്ലെങ്കിൽ ജാവാനീസ് ഹിപ്നോട്ടിസം എന്നുള്ള രീതി പുറത്തുപോയി ഞാൻ പഠിച്ചതാണ്. അപ്പൊ ഏറ്റവും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മളിപ്പോൾ 20 ടൈപ്പ് മന്ത്രാസ് മീൻസ് വാട്ട്. ഇപ്പം നമ്മളൊരു മരുന്ന് കഴിക്കുന്നു ടാബ്ലറ്റ് രൂപത്തിൽ. അതേപോലെ നിങ്ങളുടെ ആവശ്യം പണമാണോ, അതിൻ്റെ ആ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ഒരു ശക്തിപത്തിലൂടെ. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ ആ എനർജിയെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ തന്നെയാണ് അത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് പഠിക്കണം എന്നില്ല, എല്ലാത്തവർക്കും നമുക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഈ ടെക്നിക്കൽ ഗുണമെന്ന് വെച്ചാൽ 20 മന്ത്രാസ് അല്ലെങ്കിൽ 20 എനർജി ഫോംസുകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോംസ് ഈ എനർജി ഫ്രീക്വൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബ്രഹ്മാവിനെ വിളിച്ചിട്ട് പണം വേണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതേശാണ് ലക്ഷ്മി എനർജി ഒരു ഹൈ ഫ്രീക്വൻസിയാണ്. അതൊരിക്കലും നമ്മുടെ അടുത്ത് വരില്ല. അപ്പോൾ ലക്ഷ്മി എനർജിയായിട്ട് കണക്റ്റഡുള്ള പ്രോസ്പെറിറ്റി എനർജികൾ, അബണ്ടൻസിൻ്റെ ഊർജ്ജങ്ങൾ ഇതെല്ലാം പ്രകൃതിയിലുണ്ട്. ആ എനർജിയെ നമ്മൾ എടുക്കാൻ പഠിക്കണം, കൊടുക്കാൻ പഠിക്കണം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല ബിരിയാണി 2 കഴിച്ചു, വയറ് നിറഞ്ഞു, കുറച്ച് നമ്മളത് കളഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക മോശമായിട്ട് പോയില്ലെങ്കിൽ എന്താണ് ഡിസ്റ്റർബ്ഡായി. നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലായിരുന്നു, പക്ഷെ അത് ശരിയായ തലത്തിൽ പോയില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്. അതേപോലെയാണ് ഈ ഹൈ ഫ്രീക്വൻസി എനർജിയും ഇതിനെടുക്കാനും നമ്മളത് കൊടുക്കാനും പഠിക്കണം. നമുക്ക് പണം വരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതോടൊപ്പം വേറെ ആൾക്ക് ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഫിസിക്കൽ നേരത്തെ പറഞ്ഞ പോലെ 7 ചക്രങ്ങളും ഒരു ചക്രം മാത്രം ബാലൻസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പല ആളുകളെയും കണ്ടു, ഞാനും ചെയ്തിരുന്നതാണ്. എനിക്ക് പണം കിട്ടാത്ത ബേസിക് എനർജി മാത്രം കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൂലാധാര ചക്രങ്ങളെല്ലാം കണക്റ്റഡ് ആണ്, അലൈൻമെന്റ് ഉണ്ട് അതിനൊക്കെ. അപ്പോൾ എല്ലാ ചക്രങ്ങളും കറക്റ്റ് ചെയ്യണം. ചിലർ എൻ്റെ അടുത്ത് പറയും സാറേ എൻ്റെ ബേസിക് ചക്ര ശരിയാക്കി തരണം, എത്രയാണ് ക്യാഷ്, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ബേസിക് ചക്ര ചെയ്തുകൊണ്ട് ഒന്നും ആവില്ല. ബേസിക് നമ്മൾ 4 കാറിന് 4 ടയർ, ഒരു ടയർ മാത്രം ശരിയാക്കി നടക്കും. 4 ടയറിൻ്റെ എയറും കറക്റ്റ് ആയിരിക്കണം, വണ്ടിയും കറക്റ്റ് ആയിരിക്കണം. ബേസിക് ചക്ര എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളൊരു അല്പജ്ഞാനമൊക്കെ നേടിയിട്ട് വന്ന് അങ്ങനെ ഇപ്പോൾ ഉള്ള ഒരാളുടെ അടുത്ത് വന്നിട്ട് അങ്ങനെയുള്ളവർക്ക് വലിയ ഗുണമുണ്ടാവും ദോഷമുണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കോൺഫിഡൻസിൽ അപ്പോൾ ആ സമയത്തൊരു ഗുണമുണ്ടായി, പക്ഷെ പിന്നീട് സ്ഥിരമായി നിൽക്കില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചു ചിലവർ ബിസിനസ്സിൽ നിൽക്കുന്നുണ്ട്, അവർ കുറച്ചു കാലം അങ്ങനെ പോയി, പിന്നെ എന്താ വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് ലെവലിൽ അതങ്ങനെ പോകും. പക്ഷെ ഈ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞു, ചക്ര, എനർജി ലെവല്, ഈ ഓറ ലെവല്, അപ്പം ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മളല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്യേണ്ട ടെക്നിക്ക് ഞാൻ പറയുന്നത്, അതായത് സൺ എനർജി ഉണ്ട്, സൂര്യൻ്റെ ഊർജ്ജം, ചന്ദ്രൻ്റെ എനർജി ഉണ്ട്, തണുപ്പാണ്. അതേപോലെ ഗ്രഹങ്ങളുടെ എനർജി, അതാണ് നമ്മൾ ജ്യോതിഷം. പിന്നെ സ്റ്റാർ എനർജി ഉണ്ട്, അത് എല്ലാം എനർജി ഫോമാണ്. ഈ എനർജി ഫോം എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ബാലൻസ് ചെയ്യണം. അതായത് പഞ്ചതത്വങ്ങൾ എന്താണ്? അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം. ഈ 5 തത്വങ്ങൾ, അതിന് മുദ്രയുണ്ട്. നമ്മുടെ ടെക്നിക്സ് വെച്ചാൽ എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് മുദ്ര പിടിക്കണം, ബ്രീത്ത് ചെയ്യണം, നമ്മൾ ഹെൽത്ത് വേണം, നമുക്ക് ആരോഗ്യം വേണം. ഇപ്പോൾ 100 കിലോ വെയിറ്റുള്ള അടിക്കണമെങ്കിൽ ഞാൻ 50 കിലോ ആൾ പോയാൽ അടികൊണ്ട് ഓടും. കറക്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 100 കിലോ, എൻ്റെ വെയിറ്റ് 50 ആണെങ്കിലും എനർജി ഫോം കൊണ്ട് എനിക്ക് 100ലേക്ക് എത്തിക്കാം. ബ്രൂസിലേക്ക് ചെയ്തിട്ട് ബ്രൂസിലി എന്ത് ചെയ്യുന്നു? ബ്രീത്തിങ് ടെക്നിക്കിൽ കൂടിയാണ്, പ്രാക്ടീസിൽ കൂടിയാണ് ബ്രൂസിലി ശക്തമായത്. എന്താ പറയുക, 150 കിലോ വെയിറ്റുള്ള ആൾ വന്നാലും 60 കിലോ ഉള്ള ബ്രൂസിലി ജയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റാണ്. അയാൾ ചിന്തിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ അയാളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് അതിലേക്ക് അടിച്ചിട്ട് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ 150 കിലോയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരിക്കലും ഈ ജന്മത്തിൽ പറ്റില്ല. നമ്മുടെ ബോഡി ഇങ്ങനെയാണ്. അതായത് നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ ലിമിറ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം.